ഗിരീഷ് സാറാണ്. +1 മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളി ന്യൂമറിക്കൽസ് ഉണ്ട്. എന്നാൽ നമുക്ക് ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ച് നല്ല മണി പോലെ പഠിക്കാം. +1കാർ വളരെ കരുതിയിരിക്കുക. ജൂലൈ നിങ്ങൾക്ക് എക്സാം ഷുവർ ആണ്, 100% ഷുവർ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഇപ്പം, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങൾ മുതൽ ഇത് അവൈലബിൾ ആയിരിക്കും. ആ ചാപ്റ്റർ നല്ല കിഡിലായിട്ട് മാസമായിട്ട് പഠിക്കാം, നല്ല സിമ്പിൾ ആയിട്ട് പഠിക്കാം, ഒരു ടെൻഷനും ഇല്ല. കാരണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ കമന്റ്സ്, വിലയേറിയ കമന്റ്സ് നിങ്ങൾ ഉറപ്പായിട്ടും ഇടുക. അതാണ് എനിക്ക് കിട്ടുന്ന പവർ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ നമുക്ക് ഇതിനകത്തെല്ലാം കൊടുക്കാം. ഓക്കെ വാ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് acquires a speed of 25 meter per second in 10 seconds, after which it maintains its speed for 10 seconds. Find മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ആക്സലറേഷൻ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിംഗ് ആക്സലറേഷൻ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ആണ്, ഒരു കാർ റെസ്റ്റിൽ നിന്നും പതുക്കെ സ്പീഡായി 10 മീറ്റർ പെർ സെക്കൻഡ് എത്ര സെക്കൻഡ് കൊണ്ട്, 10 സെക്കൻഡ് കൊണ്ടതായി. അതിനുശേഷം ആ സ്പീഡ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി അടുത്ത 10 സെക്കൻഡിലും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഞാൻ തന്നിരിക്കുന്ന ഡേറ്റ എഴുതുന്നതിന് എപ്പോഴും നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ഫിസിക്സിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന ഡേറ്റ കൃത്യമായിട്ട് എടുത്തെഴുതുന്നതിന് മാർഗമുണ്ട്. അത് ചുമ്മാ നിങ്ങൾ ആ ഡേറ്റ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു മാർക്കും കിട്ടും, ഒരു മാർക്കും വിലപ്പെട്ടതാണ്. നമുക്ക് നോക്കിയത് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി ഇല്ല. u = 0. acquires a speed of 25 meter per second. അതായത് ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് 25 meter per second. ടൈം t എന്ന് പറയുന്നത് 10 seconds. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ആഫ്റ്റർ വിച്ച് ഇറ്റ് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് സ്പീഡ് ഫോർ 10 seconds. അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഉള്ള ഇക്വേഷൻ നമുക്ക് വെലോസിറ്റി ബൈ ടൈം ആണ്. വേണമെങ്കിൽ രണ്ട് രീതിയിൽ ഇത് ഞാൻ പ്രോബ്ലം നിങ്ങളെ ചെയ്ത് കാണിക്കാം. ഒരു ന്യൂട്ടൺ ഇക്വേഷൻ മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ v = u + at. ചിലടത്ത് ഇത് വെച്ച് മാത്രം നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. v = u + at. അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ആക്സിലറേഷൻ a കണ്ടുപിടിക്കാം. നോക്കാം. vക്ക് പകരം ഞാൻ 25 എന്ന് കൊടുത്തു, യുന് പകരം ഞാൻ 0 എന്ന് കൊടുത്തു, പ്ലസ് a ആണ് കണ്ടുപിടിക്കേണ്ടത്. ടിക്ക് പകരം ഞാൻ 10 എന്ന് കൊടുത്തു. 25 = 0 + 10a. 25 = 10a. a = 25/10 = 2.5. ഇത്ര എഴുതിയാൽ മാർക്ക് കിട്ടും. ഓർമ്മരുത് കേട്ടോ. ഇത്ര എഴുതിയ മാർക്ക് കിട്ടുന്ന വിചാരിക്കുക. യൂണിറ്റ് നിർബന്ധമാണ്. ആക്സിലറേഷൻ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടിപൊളിയല്ലേ? ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. a = 25/10 = 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് വേറൊരു രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v - u/t. അങ്ങനെയാണെങ്കിൽ a = 25 - 0/t. a = 25, t ക്ക് പകരം 10, 25/10 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സെയിം. പക്ഷെ ന്യൂട്ടന്റെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് അത് തന്നെ വെച്ച് ചെയ്യാൻ ഇത് ഈ മോഡലിൽ തന്നെ ചെയ്യാം, ഇതും ചെയ്യാം. ഇതായിരിക്കും കുറച്ചുകൂടെ ഒരു ഇമ്മിണി നല്ലത്. ഓക്കെ വാ. ആദ്യം നമ്മൾ കഴിഞ്ഞു, ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, അടിപൊളി. അടുത്തത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിങ് ആക്സിലറേഷൻ. ഈ ആക്സിലറേഷന്റെ സമയത്തുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്നാൽ അതിനുള്ള ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഉണ്ട് s = ut + ½ at². എന്നിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. യുന് പകരം 0 × ടൈമിന് പകരം 10 + ½ കണ്ടോ. എക്ക് പകരം നമുക്ക് 2.5. അതായത് ആദ്യത്തെ ഉത്തരം തെറ്റിയാൽ മൊത്തം പോയാച്ച്. വളരെ ശ്രദ്ധിക്കണം. എക്ക് പകരം 2.5 × t² പകരം 10². s = 0 × 10 0 + ½ ×
2.5 into 100. 2 ഒരു 100 വെട്ടി 50. 50 into 2.5 125. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ. അടിപൊളിയായില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ. ആകെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ വേണമെങ്കിൽ മിനിമം 2 എണ്ണമെങ്കിലും വേണ്ട. ഇപ്പൊ നമ്മൾ ഒരു വിഷയത്തിന്റെ മാർക്ക് കിട്ടിയാൽ നമുക്ക് ടോട്ടൽ മാർക്കായിട്ട് കൂട്ടാൻ പറ്റുമോ? മിനിമം 2 വിഷയത്തിന്റെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് 2 കൂട്ടാം. അന്നേരം ഇവിടെ നമുക്ക് ഒറ്റ ഡിസ്റ്റൻസേ ഉള്ളൂ, 125 മീറ്റർ. അത് ഒരു ഡിസ്റ്റൻസ് കൂടെ കണ്ടുപിടിക്കണം. അതിന് വഴിയുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അതിന് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇവിടെ എത്ര? 25 ഇൻറ്റു അവിടെ ടി എടുക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ഒരു 10 സെക്കൻഡ് തന്നിട്ടുണ്ട്, പിന്നീട് ഒരു 10 സെക്കൻഡ് ഉണ്ട്. ഈ 10 ആണ് എടുക്കുന്നത്. രണ്ടാമത് എടുക്കുന്ന സമയമാണ് ഇവിടെ ടി ആയിട്ട് എടുക്കുന്നത്. ഒരു പക്ഷേ വീണ്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, പരീക്ഷ ചോദിക്കുമ്പോൾ രണ്ടാമത് എടുക്കുന്ന സെക്കൻഡ് 20 ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഇവിടെ ടിക്ക് വരാം 20 ആണ്. മനസ്സിലായി വിചാരിക്കും. ഓക്കെ അല്ലേ? രണ്ടാമത് എടുക്കുന്ന സെക്കൻഡ് ഇവിടെ 2 10 ആയതുകൊണ്ട് കുഴപ്പമില്ല. 25 into 10 എന്ന് പറഞ്ഞാൽ S is equal to 250 മീറ്റർ. അന്നേരം ഞാൻ ഇങ്ങോട്ട് എഴുതി കാണിക്കാം. അന്നേരം സി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ആദ്യം 125 മീറ്റർ പ്ലസ് 250 മീറ്റർ ഈക്വൽ 375 മീറ്റർ. അടിച്ച് പൊളിച്ചു. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ പറ്റില്ല. ഇത് മണ്ടേ കൊണ്ട് എഴുതുന്നുള്ളൂ കേട്ടോ. ഇത് 5 മാർക്കിന് വരെ ചോദിക്കാവുന്ന പ്രോബ്ലമാണ്. ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. എൻസിആർടിക്കകത്ത് പറഞ്ഞേക്കുന്ന പ്രോബ്ലമാണ്. ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. പിന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു വട്ടം ഒന്ന് കേട്ട് ഒന്നോട്ടൊന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മണിമണി പോലെ നിങ്ങൾ ചെയ്യും. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിക്കണം. ഓക്കെ വാ. അല്ലെ അടുത്ത പ്രോബ്ലത്തിലേക്ക്. അടുത്ത നല്ല പടാറൊരു ക്വസ്റ്റ്യൻ ആണ്. വേറൊന്നുമല്ല, ഇത് എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്, പബ്ലിക് എക്സാമിന് ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്പ് ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ വിത്ത് എ വെലോസിറ്റി 20 meter per second reaches the ground in 6 seconds. Find height of the tower. ചില്ലറ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയ മാസാണ്. അന്നേരം ഒരു കല്ല് ഒരു ടവറിന് മുകളിൽ നിന്ന് നമ്മൾ എറിയുകയാണ്. മുകളിലോട്ട് ഇങ്ങനെ ടവർ ഇതാണ്, അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ എറിയുകയാണ്. അത് താഴോട്ട് വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 20 meter per second ആണ്. അത് ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡ് ആണ്. 6 സെക്കൻഡിനുള്ളിൽ അത് ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇപ്പൊ സിമ്പിൾ, ഇത് ഒരു ടവറായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. ഒരാളിങ്ങനെ കല്ലെടുത്തെറിയുന്നു, ഇത് ഗ്രൗണ്ടിൽ വരുന്നു. എടുത്തെറിയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 20 meter per second. താഴെ വീഴാനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതൊന്നുമല്ല, ഇവിടുത്തെ ഹൈറ്റ്. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഹൈറ്റിനുള്ള ഇക്വേഷൻ പഠിക്കുന്നില്ല. നിങ്ങൾ ഹൈറ്റ് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും. ഇപ്പം ഇത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റും ഇത് ഫൈനൽ ഡിസ്പ്ലേസ്മെന്റും ആണെങ്കിൽ, ഈ രണ്ട് ഇത് ഇനീഷ്യലും ഇത് ഫൈനലും ആണെങ്കിൽ ഇതിനിടയിലുള്ള ദൂരമല്ല ഇതിനിടയിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം തന്നെയല്ലോ ഹൈറ്റ്. അന്നേരം ഡിസ്പ്ലേസ്മെന്റും ഹൈറ്റും എന്ത് തന്നെയാണ്? സെയിം ആണ്. അന്നേരം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചാൽ മതി, അത് ഹൈറ്റ് ആയിട്ട് എടുക്കാം. അത് നമ്പർ 1. ഇനി ഈ ക്വസ്റ്റ്യൻ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് എഴുതുമ്പോൾ നമുക്ക് പറയാം, എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ വിത്ത് എ വെലോസിറ്റി തന്നിട്ടുണ്ട്, u is equal to 20 meter per second തന്നിട്ടുണ്ട്. റീച്ചസ് ദി ഗ്രൗണ്ട് ഇൻ 6 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ t എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 6 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഒന്നും തന്നിട്ടില്ല ഡേറ്റ് ആയിട്ട്. പക്ഷെ ട്വിസ്റ്റ് ഇതാണ്, വെർട്ടിക്കലി അപ്പ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ വായിക്കാൻ പെട്ടെന്ന് ചിലയിടത്തോട്ട് നമ്മൾ ലക്ഷ്യം വെക്കണം. അങ്ങനെ ക്വസ്റ്റ്യനകത്തുണ്ടോ? വെർട്ടിക്കലി അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മുകളിലോട്ട് ഒബ്ജക്റ്റ് മുകളിലോട്ട് എറിയുമ്പോൾ എപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മുകളിലോട്ട് പോകുന്തോറും കുറയും, താഴോട്ട് വെർട്ടിക്കലി ഡൗൺ ആണെങ്കിൽ കൂടും. ഇത് മുകളിലോട്ട്. വെർട്ടിക്കലി അപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോണം, എ എന്ന് പറയുന്നത് -9.8 meter per second square ആണ്. കാരണം ഒരു വസ്തു മുകളിലോട്ടാണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും.
ഇത്രയും വാല്യൂ നമുക്ക് AC is equal to UT plus half AT square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AC is equal to U 20 into T 6 എന്താ ഇവിടെ അല്ലേ, പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം മൈനസ് 9.8 ഇൻറ്റു ടി സ്ക്വയറിന് പകരം 6 സ്ക്വയർ അങ്ങനെ അല്ലേ. AC is equal to 20 into 6 120 പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു 36 2 18. AC is equal to 120 minus 9.8 into 18 എന്ന് പറഞ്ഞാൽ 176.4. നിങ്ങളോടൊന്ന് ചെയ്ത് നോക്കിയേക്കണം. ഗ്രീഫ് സാർ ചെയ്തെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണെന്ന് വിചാരിച്ചിരിക്കണ്ട, ഒന്ന് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. 120 minus 176.4 എന്ന് പറഞ്ഞാൽ 56.4. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മൈനസ് 120 നിന്ന് കുറയ്ക്കാം, മൈനസ് 56.4 മീറ്റർ. പക്ഷെ അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് അല്ല, ഇവിടെ വരെ അല്ല എഴുതുന്നുണ്ട്. സിനിമയില് നമ്മൾ സിനിമ തീർന്നു കഴിക്കുമ്പോൾ അടുത്ത ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ടെസ്റ്റാണ് ഇവിടെ ഉണ്ട്. കാരണം എപ്പോഴും ഒരു മനുഷ്യന്റെ ഹൈറ്റ്, ഒരാളുടെ ഹൈറ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് മൈനസ് ചെയ്യുമ്പോൾ പറയോ, ഒരാളുടെ ഹൈറ്റ് നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ മൈനസ് 5.5 അടി അല്ലെങ്കിൽ മൈനസ് 165 സെന്റിമീറ്റർ പറയത്തില്ല. ഹൈറ്റ് ക്യാൻ ബി ഓൾവേസ് ബി ടേക്കൺ ആസ് പോസിറ്റീവ്. എപ്പോഴും ഹൈറ്റ് എടുക്കേണ്ടത് പോസിറ്റീവ് ആണ്. നമുക്ക് മൈനസ് 56.4 കിട്ടിയാൽ പോലും നമ്മൾ എഴുതാറുണ്ട ഉത്തരം എങ്ങനെയാണ്, S is equal to 56.4 മീറ്റർ. ഇങ്ങനെയാണ്. ഇതാണ് ഇതിനുള്ള ഉത്തരം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അടിപൊളിയായിട്ടൊരു പ്രോബ്ലം ആണ്, നല്ല പോലെ എഴുതി പഠിക്കുക. ഇനി അടുത്തത് കിടുകാച്ചി പ്രോബ്ലം. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം റിപ്പീറ്റ് ചോദിക്കുന്ന സൂപ്പർ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. 2 parallel rail track, ട്രെയിൻ ഒക്കെ റൺ നോർത്ത് ടു സൗത്ത്, നോർത്ത് ടു സൗത്തിലോട്ട് പോകുന്നു. ട്രെയിൻ A moves north with a speed of 54 km/h. Train B moves south with a speed of 90 km/h. What is the relative velocity of B with respect to A? Relative velocity of ground with respect to B. പേടിക്കണ്ട, നിസ്സാരം. വലിയ വീഗനാണ് നമുക്ക് തോന്നിക്കുന്നെങ്കിൽ നമുക്കിനെ മെരിറ്റ് എടുക്കണം. എന്തൊക്കെയാണ്? 2 പാരലൽ ട്രാക്ക്, റൺ നോർത്ത് ടു സൗത്ത് ആണ്. രണ്ട് ഡയറക്ഷനാണ്, നോർത്തും സൗത്തും ആണ്. എ മൂവ് ചെയ്യുന്നത് നോർത്ത് ഡയറക്ഷനാണ്, അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 50 km/h. ബി മൂവ് ചെയ്യുന്നത് ട്രാവൽ ചെയ്യുന്നത് സൗത്ത് ഡയറക്ഷൻ ആണ്, അത് 90 km/h. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 2 ഡയറക്ഷൻ തരുവാണെങ്കിൽ ഒരു ഡയറക്ഷൻ പോസിറ്റീവ്, ഒരു ഡയറക്ഷൻ നെഗറ്റീവ് എന്ന് എടുക്കണം. അന്നേരം ടേക്ക് ഇവിടെ ആദ്യത്തെ നോർത്ത് ടു സൗത്ത് അല്ലേ, അന്നേരം സിമ്പിൾ ആയിട്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ടേക്ക് നോർത്ത് ഡയറക്ഷൻ ആസ് പോസിറ്റീവ് ആൻഡ് ഓക്കെ, ആൻഡ് സൗത്ത് ഡയറക്ഷൻ ആസ് നെഗറ്റീവ്. അന്നേരം ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം, നോർത്ത് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ടും സൗത്ത് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവ് ആയിട്ടും എടുത്തു. ഇനി എ, ട്രെയിൻ എ, അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ VA എന്ന് എഴുതാം. VA എത്ര വന്നേക്കുന്നേ? 54 km/h. km/h നമ്മൾ എഴുതണ്ടേ, മീറ്റർ/സെക്കൻഡിലാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അന്നേരം km/h മീറ്റർ/സെക്കൻഡ് ആകണമെന്നുണ്ടെങ്കിൽ 2 രീതി ചെയ്യാം. കിലോമീറ്ററിനെ ഇൻറ്റു 1000/hour ഇൻറ്റു 60 ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പൊരു മാർഗമുണ്ട്. VA is equal to 54 into km/h വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മീറ്റർ/സെക്കൻഡ് ആക്കാം. ഇൻറ്റു 5/18, 18 into 3 into 5, 15 meter/second. അടിപൊളിയായില്ലേ? km/h നമ്മൾ 5/18 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? മീറ്റർ/സെക്കൻഡ്. അതുപോലെ നമുക്ക് VB ചെയ്യാം. VB എത്ര വന്നേക്കുന്നേ? 90 km/h. അന്നേരം VB is equal to 90 into 5/18, 18 into 5 അല്ലെ, 5 into 5 25 meter/second. പക്ഷെ ഇവിടെ ഒരു ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 25 meter/second എന്ന് പറയുന്നെങ്കിലും നോർത്ത് ഡയറക്ഷൻ പോസിറ്റീവ് ആണ്, ബി സൗത്തിലോട്ട് പോകുന്ന അത്
നെഗറ്റീവാണ്. അത് നമുക്ക് 25 എന്ന് കിട്ടിയാൽ ഇവിടെ എന്ത് കൊടുത്തേക്കണം? മൈനസ് സൈൻ കൊടുക്കണം. നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും. അന്നേരം -25 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യം തന്നിരിക്കുന്നതെല്ലാം കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. എ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ പഠിച്ചാണ്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. എളുപ്പം. ബി വിത്ത് റെസ്പെക്ട് ടു എ ആണെങ്കിൽ വി ബി എ എന്ന് എഴുതാം. വി ബി എ ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. വി ബി എ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ പറഞ്ഞല്ലേ, വി ബിക്ക് വരെ കൊടുക്കാം -25 മൈനസ് വി എക്ക് വരെ കൊടുക്കാം 50. വി ബി എ ഈസ് ഈക്വൽ ടു -40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ വാ, ആദ്യത്തെ കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. അത് അടിപൊളി ക്വസ്റ്റ്യൻ. ബി ഗ്രൗണ്ട് ജി എന്ന് ഞാൻ എടുക്കുകയാണ്. ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി, വി ജി ബി. മറ്റേതുപോലെ തന്നെ വി ജി മൈനസ് വി ബി. എപ്പോഴും ഗ്രൗണ്ടിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയി. ഇത് അറിഞ്ഞിരിക്കണം. ഗ്രൗണ്ടിന്റെ റിലേറ്റീവ് വെലോസിറ്റി 0. അത് നിങ്ങൾ എഴുതാം വി ജി ബി ഈക്വൽ ടു 0. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു മൈനസ്, പിന്നെ വി ബിക്ക് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, -25 എന്ന് പറഞ്ഞാൽ വി ജി ബി ഈക്വൽ ടു 0 + 25. വി ജി ബി ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ്. കൊച്ചു പിള്ളേർ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ എല്ലാ സ്റ്റെപ്പും എഴുതിയാണ് എഴുതിക്കുന്നത്. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ആക്കാൻ ശ്രദ്ധിക്കണം, ഒരു ഡയറക്ഷൻ നെഗറ്റീവ് ആക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. പിന്നെ സാധാരണ പോലെ ചെയ്തു പോവാ. ഗ്രൗണ്ടിന്റെ റിലേറ്റീവ് വെലോസിറ്റി 0 ആയിട്ട് എടുക്കുക. വളരെ സിമ്പിൾ, ഹമ്പിൾ. 4 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ വാ, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ബോറായി പഠിക്കാൻ പറ്റില്ല. പരേഷ്. അടുത്തതും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A particle moving with a certain velocity is subjected to a retardation. അടിപൊളി. ഇങ്ങനെ ടേം നമ്മൾ പിടിച്ചെടുക്കണം. Retardation of 4 meter per second square if it returns to the starting point in 12 seconds. ടൈം തന്നിട്ടുണ്ട്. Calculate the initial velocity. Initial velocity കണ്ടുപിടിക്കണം. Initial velocity നോട്ട് ലെറ്റർ ഏതാ? U കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നോക്കാം. റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് സിമ്പിൾ റിട്ടാർഡേഷൻ? കുറെ തിയറി മാത്രം പഠിച്ചാൽ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ദി നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. അന്നേരം a is equal to നെഗറ്റീവ് റിട്ടാർഡേഷൻ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അന്നേരം -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അന്നേരം റിട്ടാർഡേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മൈനസ് ചേർത്ത് എഴുതാണോ. -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നിട്ടുണ്ട്. ഇഫ് ഇറ്റ് റിട്ടേൺസ് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ 12 സെക്കൻഡ്, ടൈം 12 സെക്കൻഡ്. ഇഫ് ഇറ്റ് റിട്ടേൺസ് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇപ്പൊ ഞാനൊരു ബോൾ എടുത്ത് നിങ്ങളുടെ അവിടോട്ട് എറിയും. തിരിച്ച് ആ ബോൾ തിരിച്ച് എന്റെ കയ്യിൽ അതേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരുന്നു. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്നിട്ട് നിങ്ങളുടെ അവിടോട്ട് ഇട്ട് തരുന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അന്നേരം അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? തിരിച്ച് അതേ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് 0. ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും 0. അതാണ് ഇവിടുത്തെ ടെസ്റ്റ്. ഇഫ് ഇറ്റ് റിട്ടേൺസ് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ s is equal to 0. നമുക്ക് കണ്ടുപിടിക്കാം. s is equal to ut plus half at square. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ തന്നെ പറഞ്ഞ പെട്ടെന്ന് s is equal to u ന് പകരം ഇല്ലല്ലോ, u കാലിനെ കണ്ടുപിടിക്കണ്ടേ. u into t ക്ക് പകരം 12 plus half into a ക്ക് പകരം -4 into t square ന് പകരം 12 square. s is equal to u into 12 എന്ന് പറഞ്ഞാൽ 12u plus minus പറഞ്ഞാൽ minus half into 4 into 12 square എന്ന് പറഞ്ഞാൽ 144. s is equal to 12u minus 2 ഉം 4 ഉം കൂട്ടാം 2 into 144 എന്ന് പറഞ്ഞാൽ 288. സോറി വൺ മിസ്റ്റേക്ക്. എസിനെല്ലാം പകരം എന്താണ് 0 ആണ് കേട്ടോ. സോറി റിയലി സോറി കേട്ടോ. ഓക്കെ, അന്നേരം 12 തിരിച്ചങ്ങ് എഴുതാണ് ഇക്വേഷൻ. 12u minus 288 is equal to 0.
12u is equal to 0 പ്ലസ് എല്ലാ സ്റ്റെപ്പും എല്ലാ കുട്ടികൾക്കും മനസ്സിലാൻ വേണ്ടിയാണ് എല്ലാ സ്റ്റെപ്പും എഴുതി പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത് 2 സ്റ്റെപ്പ് വേണമെങ്കിൽ നിർത്താം. 12u is equal 0 plus 288. 12u is equal to വീണ്ടും സ്റ്റെപ്പ് 288. u is equal to 288 by 12 എന്ന് പറഞ്ഞാൽ 24 meter per second. പടാ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അല്ല, ഇന്ന് ചെയ്യിപ്പിച്ച എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ്സ് ആയിട്ട് ഇടുക. അടിപൊളിയായിട്ട് പഠിക്കണം. നല്ല അടിപൊളിയായിട്ട് പ്ലസ് 1 കഴിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കണം. എനർജി ആണ്, അല്ലെങ്കിൽ പണിപ്പാളും. അന്നേരം പണിപ്പാളായിരിക്കാൻ കൃത്യമായിട്ട് ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക്, കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ മണി അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പടാന്നൊരു ചാപ്റ്റർ നമ്മൾ വരുന്നുണ്ട്. വേറൊന്നുമല്ല, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. പവറുള്ള ചാപ്റ്ററാണ്, ഈസിയാണ്. ഈ വലിയ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇതൊക്കെ ആയിരുന്നു വലിയ പാഠം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പഠിക്കണം. ഫിസിക്സ് സിമ്പിൾ ബട്ട് പവർഫുൾ. ഇന്നത്തെ ക്ലാസ് നടത്തുന്നു. ബൈ ബൈ, സീ യു. ഓക്കെ.